പതിറ്റാണ്ടുകളായി ദുരിത ജീവിതം നയിക്കുകയാണ് പത്തനംതിട്ട നാരങ്ങാനം സ്വദേശികളായ തങ്കമ്മയും ഭർത്താവ് അപ്പുക്കുട്ടനും. 90 വയസ്സിനടുത്ത് പ്രായമുള്ള ഇരുവരുടെയും വീട്ടിലേക്ക് കുടിവെള്ളം പോലും എത്തുന്നില്ല. വീടിന് സമീപമുള്ള തോട്ടിൽ നിന്നാണ് വീട്ടാവശ്യത്തിനും കുടിക്കാനും വെള്ളം ശേഖരിക്കുന്നത്. അധികാരികൾ ഇടപെട്ട് ഇവരുടെ ദുരിത ജീവിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. തോട്ടിൽ നിന്നുള്ള വെള്ളം കോരിയാണ് കുടിക്കാനും വീട്ടിലെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. മഴ പെയ്താൽ അത് സംഭരിച്ചു വെക്കും. വേനൽക്കാലം എത്തിയാൽ തോട്ടിൽ വെള്ളം വറ്റും. ഇതോടെ ഇവരുടെ കുടിവെള്ളവും മുടങ്ങും. ഞങ്ങൾക്ക് വെള്ളമില്ല, വഴിയില്ല. പിന്നെ പേരപ്പുറത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തോട്ടിൽ പോയി കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മിനിഞ്ഞാന്ന് പാറയിലടിച്ചങ്ങ് വീണ്. ഇവിടെ എല്ലാം വേദനയാണ്. ഇത് തങ്കമ്മ. തങ്കമ്മയും ഭർത്താവും അപ്പുക്കുട്ടനും മാത്രമാണ് വീട്ടിലുള്ളത്. നാരങ്ങാനം സ്വദേശികളാണ് ഈ വൃദ്ധ ദമ്പതികൾ. ഇരുവർക്കും 90 വയസ്സിനടുത്ത് പ്രായമുണ്ട്. കുടിവെള്ളമില്ല, വീട്ടിലേക്ക് എത്താൻ വഴിയുമില്ല. പതിറ്റാണ്ടുകളായി ആരുമായും ഒരു ബന്ധവുമില്ലാതെയാണ് ഇവരുടെ ജീവിതം. ഞങ്ങൾക്ക് കുടിവെള്ളം മലിനജലമാണ് ഞങ്ങൾ കുടിക്കുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഒരുത്തരെ ഒന്ന് വിളിക്കാനോ അത് പോയി കാണാനോ രണ്ടിൻ്റെയും പിന്നെ നിങ്ങളൊക്കെ കണ്ടതാണ്. അങ്ങനെയുള്ള ഇതിലാണ് ഞങ്ങളുടെ താമസം. താഴെ ഒരു തോട്ടിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ട്, അതും ചോറ്റുപാത്രത്തിൽ ആ ചെറിയ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അത്രയും വളരെ ഒരു ബുദ്ധിമുട്ടിലാണ് സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഭയങ്കര നമ്മുടെ അരയ്ക്കൊപ്പം കാടാണ് ഇവിടെ കിടക്കുന്നത്. 80 വയസ്സിന് മേളിൽ പ്രായമുണ്ട് രണ്ടുപേർക്കും. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിലെ അപേക്ഷിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. അപ്പം മക്കളില്ല, ബന്ധുക്കാരും അടുത്തില്ല. ഭയങ്കര ശോചനീയമായിട്ട് അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഒരു ജലസേചന പദ്ധതികളും ഇവരെ തേടിയെത്തിയിട്ടില്ല. ഏത് നിമിഷവും നിലം പൊത്താവുന്ന ചെറിയ വീട്ടിലാണ് ഇവരുടെ താമസം. അസുഖം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോലും എത്താൻ കഴിയില്ല. ഇവരുടെ ദുരിത ജീവിതം അധികാരികൾ മനസ്സിലാക്കി കുടിവെള്ളമെങ്കിലും എത്തിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.